ദേശനിവാസികളെ, നമ്മളൊരു പാട്ട് കേട്ടു. ആ പാട്ടിന്റെ സാരം ഇത്രയാണ്: എന്റെ ദേശം ഇവിടെയല്ല, അക്കരെയാണ് എന്റെ ശാശ്വതമായിരിക്കുന്ന നാട്. അപ്പോൾ കുട്ടനാടിന്റെ ദേശങ്ങളിൽ ഈ പാട്ട് കേട്ടാൽ നമ്മൾ എന്ത് വിചാരിക്കും? എടാ, ഈ പമ്പയാറിന് ഇക്കരെ കരയല്ല, അക്കരെ കരയാണ് എന്റെ വീടെന്നാണോ തെറ്റിദ്ധരിക്കുന്നത്? അങ്ങനെ നിങ്ങളാരും ധരിക്കുമെന്നല്ല പ്രിയപ്പെട്ട. യഥാർത്ഥമായിട്ടും ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യഥാർത്ഥമായിട്ടും നമ്മൾ ഇപ്പോൾ അധിവസിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭവനമില്ല എന്നും, ഈ ഭൂമിയിൽ നമ്മൾ മരണം വഴിയായിട്ട് വേർതിരിക്കപ്പെട്ടത് വഴി നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഭവനം ഇതിനപ്പുറം സ്വർഗനാട്ടിലാണെന്നും, അത് ആകാശത്തിലോ ഭൂമിയിലോ അല്ല, മറ്റൊരു സ്ഥലത്താണ്. മനുഷ്യൻ ഇന്നവരെ കണ്ടെത്തുവാൻ കഴിയാത്തതും വിശ്വാസത്താൽ അവിടേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നതുമായിരിക്കുന്ന സ്വർഗരാജ്യത്തെ പറ്റി ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ മരണമുള്ള എല്ലാവരും ഈ ലോകം വിട്ടു പോകണമെന്ന് നമുക്കറിയാം. പക്ഷെ അതിന് നിങ്ങൾ എത്ര ഗൗരവം കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ ഭവനം, ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ ഭവനം നിങ്ങൾക്ക് സ്വീകരിപ്പാൻ കഴിഞ്ഞുവോ? ഒരിക്കൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സ്വർഗത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ അവിടേക്ക് പോയിട്ട് അവിടെ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും നിങ്ങളെ ചേർക്കുവാനായിട്ട് മടങ്ങി വരും. നോക്ക് പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരികയും അവൻ കാൽവരി ക്രൂശിൽ മരിക്കുകയും ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഈ നിത്യമായിരിക്കുന്ന ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. മരിച്ചതിന് ശേഷമുള്ള സ്വർഗീയ വാസം, അവിടേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടതിന് യേശുക്രിസ്തു പറഞ്ഞു, അതിനേക വഴി ഞാനാ, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും ഇവിടെ പാനൊക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. ക്രിസ്തു മാത്രമേ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ്, അവന് നമ്മളെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി അറിയാം. മറ്റാരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല, മറ്റൊരുവൻ പോലും വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവർക്ക് വഴി അറിയത്തില്ല. അതുകൊണ്ടാണ് തത്വജ്ഞാനികളോടും മറ്റ് അനേക നൂറുകണക്കിന് ആയിരക്കണക്കിന് മത പുരോഹിതന്മാരോടും അല്ലെങ്കിൽ മതസ്ഥാപകന്മാരോടും ദൈവം ആരെന്ന് ചോദിച്ചാൽ അവര് പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അനേക രൂപങ്ങൾ പാപങ്ങൾ പല രീതിയിലാണ് അവർ പറയുന്നത്. കാരണം അവരാരും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് അടുക്കലുള്ള വഴി ചോദിച്ചാൽ പറയും, ആ മലയിൽ കൂടെ കയറണം, ഈ പുഴയിൽ കൂടെ ഇറങ്ങണം, അവിടെ കുളിക്കണം, ഇങ്ങനെ പോകണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഉറപ്പും പിടിയുമില്ലാതെ സ്വർഗത്തിൽ നിന്ന് ഇവരാരും വന്നിട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തെ പറ്റി നമുക്ക് അറിവില്ലെങ്കിൽ ദൈവത്തെ പറ്റി നമ്മൾ സംസാരിക്കല്ല. നാളെ അവന്റെ മുമ്പിൽ നമ്മൾ കുറ്റം വിധിക്കും. നിങ്ങൾ ഒരാളെ പറ്റി ഒരു കുറ്റം മറ്റൊരാൾ പറയുക, ഞങ്ങൾക്ക് ഭവനം ഒരാൾ തുറന്നു തരിക, ഇവിടെ ഇട്ട് പ്രസംഗിച്ചോളാ പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി അവിടെ ഇരിക്കുന്ന ഒരാളോട് പറയണ, ഈ വീട്ടുകാരാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തെറ്റായ രീതിയിൽ ഞാൻ ഊഹം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ആ വ്യക്തി വന്നിട്ട് ഈ വ്യക്തിയോട് പറയും, എടാ ഇവിടെ കിടന്ന് പ്രസംഗിച്ചവൻ നിന്നെ പറ്റി അതും ഇതുമൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കോപം ഉണ്ടാകത്തില്ലയോ? അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ പറ്റി പറയുന്ന ഓരോ വാക്കും ചിന്തിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ദൈവം അപ്പപ്പോഴും അറിയുന്നത് കൊണ്ടും മരിച്ചതിന് ശേഷം ഈ യേശുക്രിസ്തുവിന് മുമ്പിൽ നമ്മൾ കണക്ക് തീർക്കുന്ന നാളിൽ നമ്മൾ അവന് വിരുദ്ധമായിട്ട് പറഞ്ഞ എല്ലാ ദൂഷണ വിധികൾക്കും നമ്മൾ ശിക്ഷ ഏൽക്കേണ്ടി വരികയും ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്? എന്റെ ഒരു സ്നേഹിതൻ ഒരിക്കലും വിദേശത്ത് നിന്ന് അദ്ദേഹം റാന്നിയുടെ അടുത്തുള്ള ദേശത്താണ് താമസിക്കുന്നത്. എനിക്കൊന്ന് US-ലും കണ്ട് പോയിട്ട് ഇവിടെ വന്നു. അദ്ദേഹം ഇവിടെ ബസ് കയറി പരിചയമില്ല, അദ്ദേഹത്തിനോട് വാഹനവുമില്ല, കുറച്ച് നാൾ ഇവിടെ പാർത്തേ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ ഈ ചുമത്ര ഭാഗത്തോ ഇങ്ങനെ എവിടെയോ അല്ല, ഈ പൊടിയാടിക്ക് അപ്പുറത്തെ കണ്ട് ഒരു ഭാഗത്ത് പുള്ളിക്ക് പോകണം. അപ്പോൾ അദ്ദേഹം തിരുവല്ലായിൽ നിന്ന് വരെ ബസ് വന്നു. തിരുവല്ലായിൽ നിന്ന് അടുത്ത ബസ് കയറിയിട്ട് പൊടിയാടിയിൽ ഇറങ്ങി. അപ്പൊ പൊടിയാടിയിൽ ഇറങ്ങണം. അങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ പൊടിയാടിക്കുള്ള ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത തോന്നി, ഇവിടെ പൊടിയാടി കഴിഞ്ഞു പോയോ, പൊടിയാടി എന്ന് പറഞ്ഞ ദേശം കഴിഞ്ഞു പോയോ, അദ്ദേഹത്തിനൊരു സംശയം. അപ്പൊ അടുത്തിരുന്ന സീറ്റിലിരുന്ന യാത്രക്കാരോട് ചോദിച്ചു, സാറേ പൊടിയാടി കഴിഞ്ഞു പോയോ എന്ന് ചോദിച്ചു, പൊടിയാടി ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദ്യം ആരോട് ചോദിച്ചു? ആ വ്യക്തിയല്ല, അത് കേട്ടിരുന്ന മറ്റൊരു വ്യക്തി എഴുന്നേറ്റ് പെട്ടെന്ന് പറയും, അയ്യോ സാറേ പൊടിയാടി കഴിഞ്ഞു പോയി, പൊടിയാടി കഴിഞ്ഞു പോയി സാറേ, ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹം എന്താണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ആൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് താന്റെ അടുത്തിരുന്ന വ്യക്തി പറഞ്ഞു, ഈ പുറകിലിരുന്ന വ്യക്തിയോട് പറഞ്ഞു, പൊടിയാടി കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ വ്യക്തിയെ ശാസിച്ചിട്ടുണ്ട്, വഴി അറിയത്തില്ലെങ്കിൽ മിണ്ടരുത്, വഴി അറിയത്തില്ലെങ്കിൽ മനുഷ്യരെ വഴി തെറ്റിക്കല്ലേ സാറേ, പൊടിയാടി കഴിഞ്ഞിട്ടില്ല, അടുത്ത ജംഗ്ഷനാണ് പൊടിയാടി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക്, പിന്നെ ദൈവത്തെ പറ്റി അറിയില്ലാത്തവര് ദൈവത്തെ പറ്റി പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ വഴി തെറ്റിക്കല്ലേ. ആരാണ് ദൈവം? ആരാണ് ദൈവം? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളോട് സ്നേഹം എന്താണ്? സത്യത്തിൽ ഒരുവൻ മാത്രമേ ദൈവമുള്ളൂ. അവൻ ആരാണ്? അവന്റെ അടുക്കൽ നിന്ന് വന്ന ഏക വ്യക്തി ഞാൻ ആയതുകൊണ്ട് നിന്നെ മടക്കി അവിടെ കൊണ്ടുപോകാനുള്ള വഴി എനിക്കറിയാമെന്നാണ്
കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതായി കുട്ടനാടിന്റെ ദേശത്ത് ഇവിടെ റാന്നിയിൽ നിന്ന് പ്രസംഗിച്ചു. ഞങ്ങൾക്ക് മടങ്ങിപ്പോകാൻ അറിയാം. ഇവിടെ വന്ന് ഒരുത്തൻ റാന്നിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കത്തില്ലയോ? ഞങ്ങൾ റാന്നിയിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവിന് മാത്രമേ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള വഴി അറിയത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും ഞാൻ തന്നെയാണ് സത്യവും. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമെന്ന, സത്യം ഒന്നേയുള്ളത് ദൈവമെന്ന. ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. മരിച്ചുപോയ മനുഷ്യർക്ക്, അതായത് മനുഷ്യരെന്താണ്? ജീവനില്ലാത്തവരാണ്. ജീവനില്ലാത്ത മനുഷ്യർക്ക് ജീവൻ കൊടുപ്പാന് ഞാൻ നിത്യജീവനും കൊണ്ട് ദൈവജീവനും കൊണ്ട് ഇറങ്ങി വന്നവനാണ്. അപ്പോഴെന്താണ്? യേശുക്രിസ്തുവിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഏക വഴിയും. രണ്ടാമതെന്താണ്? ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യം. അതായത് സത്യത്തെ അന്വേഷിക്കുന്നവർക്ക് എന്നിലേക്ക് പ്രവേശനമുണ്ട്. ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളതിന്റെ നിലനിൽക്കുന്ന. സത്യം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതാ. പ്രിയപ്പെട്ട, അതിൽ കൂടെ നമുക്ക് ദൈവത്തിലേക്ക് കടക്കാം. ദൈവം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ ദ്രവിച്ചു പോകാത്തവനാണ്. ദ്രവിച്ചു പോകുന്നവൻ സത്യമല്ല. കാരണം എന്താണ്? നാശമുള്ള ഒന്നും സത്യമല്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്നേക്ക് നിലനിൽക്കുന്നവനാണെന്ന് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ, ഞാൻ തന്നെയാണ് സത്യമെന്ന് ഈ ഭൂമിയിൽ ഇന്നേ വരെ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ ദ്രവിച്ചു പോകത്തില്ല. എന്ന് വെച്ചാൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവിച്ചു പോകാത്തവനും ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നതിന് മുമ്പുള്ളവനും ലോകാവസാനത്തിന് ശേഷമുള്ളവനും നമുക്ക് വാക്ക് തരുന്നവനും സകലതും നിവർത്തിപ്പാൻ ശക്തനുമായിരിക്കണം. ഇവനാൽ അത്രയും ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടേണ്ടത്. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുൾ അവനെ കീഴടക്കിയില്ല. അപ്പോൾ നോക്കുവിന്, ഞാൻ തന്നെയാണ് വഴിയും സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നേക്കുമുള്ളവൻ. അവൻ പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ദൈവത്തിന് ആരംഭമില്ല, ദൈവത്തിന് അവസാനവുമില്ല. ആരംഭമുള്ളവൻ ദൈവമല്ല, കാരണം ഉണ്ടായി വന്നതോ ഉണ്ടാക്കപ്പെട്ടതോ ദൈവമല്ല. ദൈവം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ആരാണ് അവനെ സൃഷ്ടിച്ചത്? അപ്പോൾ സൃഷ്ടികർത്താവ് പിന്നെ വരും. പ്രിയപ്പെട്ട, എല്ലാത്തിന്റെ ഉത്തരം യേശുക്രിസ്തു എന്ന ഏകവ്യക്തിയാ. അയ്യടാ, ഇവനിപ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ വന്ന് എന്നോട് ചോദിക്കുകയാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ വന്ന് പിന്നെ എങ്ങനെ ഇവൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കും? പ്രിയപ്പെട്ടവരെ, ആദിയിൽ ആകാശവും ഭൂമിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം സൃഷ്ടിച്ചത് ക്രിസ്തുവിനാലാണ്. അവൻ ദൈവത്തിന്റെ വചനം എന്ന പേര്, ദൈവപുത്രൻ എന്ന പേര്, അവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശവും ഭൂമിയും ഭൂമണ്ഡലങ്ങളെയും ചന്ദ്രനക്ഷത്രാദികളെയും സൃഷ്ടിച്ചത് ക്രിസ്തുവിനാലാണ്. അതിനുശേഷമാണ് അവൻ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം 6000 വർഷങ്ങൾക്ക് മുമ്പ് അത്രേ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഞാൻ തന്നെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, ഞാൻ തന്നെ സത്യം, എന്നേക്കും ജീവിക്കുന്നവൻ, ഒരിക്കലും മാറ്റമില്ലാത്തവൻ. അതാണ് സത്യം. മാറ്റമില്ലാത്തവനാണ് പ്രിയപ്പെട്ടവർ സത്യം. മാറുന്നതൊന്നും സത്യമല്ല, മാറ്റമുള്ളതെല്ലാം ദ്രവിച്ച് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകാശവും ഭൂമിയും നാളെ മാറിപ്പോകും, ഇതിന് മാറ്റമുണ്ട്, ഇത് ചലിക്കുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. എന്താണ് ജീവൻ എന്നറിയാമോ? അയ്യോ, നമുക്ക് ജീവനില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ളവനും അവൻ ആത്മാവിൽ വിശുദ്ധനും ദൈവമുള്ളവരുമായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത നാളിൽ അവൻ ആത്മാവിലുള്ള വിശുദ്ധിയിൽ അവൻ നിത്യജീവനിൽ മരിച്ചു. ദൈവത്തിന്റെ ജീവൻ അവൻ ഇല്ലാതെയായിട്ട് തീർന്നിട്ട് അവൻ വെറും ജഡമായിട്ട് തീർന്നു. നോക്കിയേ, ഒരു ഭാര്യാഭർത്തൃ ബന്ധമായാലും ശരി, 50 വർഷം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചാലും ശരി, ഇവനോ ഇവളോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് ജീവിക്കാനൊക്കത്തില്ല, കുഴിച്ചിട്ടേ പറ്റൂ. അത് ജഡമല്ലയോ? അത് ജീവനില്ലാത്ത ശരീരമല്ലയോ? അപ്പോൾ പ്രസംഗിക്കുന്ന എന്റെ മാനുഷികമായിരിക്കുന്ന ജീവൻ എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ആരാണ്? പിന്നെ ഞാൻ ശവമാണ്. എന്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാൻ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവനാണ്. ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുന്ന സ്നേഹിതന്മാർ പോലും സഹോദരന്മാരിലും നാളെ എന്താണ് എന്നെ മോർച്ചറിയിൽ നിന്നൊക്കെ എടുത്തിട്ട് പറയും, ഞങ്ങൾ വിജയനെ കാണാൻ പോകുന്നെന്ന് പറയത്തില്ല, ബോഡി കാണാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് സ്വന്തം സ്നേഹിതനോ ഭാര്യയോ ഭർത്താവോ പോലും മരിച്ചതിന് ശേഷം ഇവനെ ശവമായിട്ട് ജഡമായിട്ട് ഇടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ പാപം ചെയ്ത നാളിൽ അവൻ ദൈവത്തിന്റെ വിശുദ്ധിയിൽ മരിച്ചപ്പോൾ ദൈവത്തിന് മുമ്പിൽ ആത്മാവ് സംബന്ധിച്ച് ഇവൻ ജഡമായിട്ട് കുഴിച്ചിടപ്പെടുവാൻ യോഗ്യനായിട്ട് വ്യക്തിയായിട്ട് തീർന്നു. ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ശത്രുത്വം ആരംഭിച്ചു. മനുഷ്യനും ദൈവവും തമ്മിൽ എന്താണ്? യോഗ്യമില്ലാത്തവരായിട്ട് തീർന്നു. ദൈവം വിശുദ്ധനും എന്നേക്കും ജീവിക്കുന്നവനും മനുഷ്യൻ പാപിയും നശിച്ചു പോകുന്നതിനുമായിട്ട് തീർന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ ശത്രുത്വമായി. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്തില്ല? ദൈവത്തിന്റെ ജീവനില്ല, നിത്യജീവനില്ല. യേശുക്രിസ്തു പറഞ്ഞു, അത് തരാനാണ് ഞാൻ വന്നത്. അതാ മരിച്ചു പോകുന്ന നിനക്ക് മരണമില്ലാത്ത ആത്മാവിനെ തരാനാണ് ഞാൻ വന്നത്. അത് സ്വർഗത്തിൽ നിന്ന് പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അത് എന്നിലുണ്ട്. അത് അങ്ങോട്ട് തരാൻ വേണ്ടി എന്റെ ശരീരം ഞാൻ ഉടക്കിയാണ്. അതാണ് ക്രൂശിൽ കണ്ട പരമയാഗം പ്രിയപ്പെട്ടവരെ. ആ ആത്മാവിനെ
നമ്മളിലേക്ക് പ്രവേശിക്കേണ്ടതിന് ആ ആത്മാവും കൊണ്ട് വന്നവന്റെ ശരീരം ഉടയ്ക്കപ്പെടണമായിരുന്നു, ആ വെങ്കൽ ഭരണി ഉടയ്ക്കപ്പെടണമായിരുന്നു, ആ സുഗന്ധ തൈലം പുറത്തു വരേണ്ടതിന്. അപ്പോൾ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവന്. പ്രിയപ്പെട്ട, ഇതിനെ ഖണ്ഡിക്കുവാൻ ഒരു മതസംഘടനയ്ക്കും കഴിയത്തില്ല, ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും കഴിയത്തില്ല. നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പ്രസംഗം നിങ്ങളെ ന്യായം വിധിക്കാതിരിക്കേണ്ടതിന് എല്ലാ ജാതി മതസ്ഥരും മരണമുള്ളവരെല്ലാം കേട്ടുകൊള്ളുവിന്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അനുഭവത്തിലേക്ക് വന്നത്? മനുഷ്യന്റെ പാപ നിമിത്തമത്രേ നമ്മളെല്ലാം ദുഃഖസാഗരത്തിൽ മുങ്ങിപ്പോകുന്നത്. നമ്മുടെ എത്ര മനോഹരമായിരിക്കുന്ന വീട്ടിൽ കടന്നാലും നമ്മുടെ ഏകാന്തതയിൽ നിങ്ങളെല്ലാം ദുഃഖിതരാണ് പ്രിയപ്പെട്ടവരെ. പുറമെ ചിരിക്കുന്നു, പുറമെ തമാശ പറയുന്നു, ഏകാന്തതയിൽ നിങ്ങളെല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എല്ലാവരും മട്ടുപ്പാവിലിരിക്കുന്നവനും ഓടയിൽ കിടക്കുന്നവനും പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ശരി, പള്ളിയിലച്ഛനായാലും തിരുമേനിയായാലും ശരി, അമ്പലത്തിലെ പോറ്റിയായാലും ശരി, അതേ പ്രിയപ്പെട്ടവരെ മുസ്ലിം പള്ളിയിലെ ആ ഒരു അനുഭവത്തിലായാലും ശരി, ഈ ഭൂമിയിലെ സകലം മനുഷ്യരും തന്റെ ഏകാന്തതയിൽ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാളെ പറ്റിയുള്ള ഭാരങ്ങള്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിലാപങ്ങള്, വൈധവ്യങ്ങള്, പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കേണ്ടവർ മുഖം തിരിക്കുമ്പോഴുള്ള ഹൃദയത്തിന്റെ രോദനങ്ങള്, രോഗങ്ങള്, പട്ടിണികള്, പ്രിയപ്പെട്ടവരെ പിന്നെന്താണ് മരണഭീതികള്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത ചില അരുതാത്ത കാര്യങ്ങളെ പറ്റിയുള്ള കുറ്റബോധങ്ങള്, ഇങ്ങനെ അനവധി നിരവധിയായിരിക്കുന്ന വികാരക്ഷോഭങ്ങൾ കൂടെ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ 50 60 വർഷം മാത്രമുള്ള ഈ ആയുസ് പോലും പലപ്പോഴും ഒടുക്കിക്കളയാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രമാത്രം ദുസ്സഹമായിട്ട് തീർന്നതിന്റെ കാരണം മനുഷ്യന്റെ പാപമാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ പാപം തുടങ്ങിയത് എന്നാണ്? 6000 വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷൻ പാപം ചെയ്ത് സാത്താനെ അംഗീകരിച്ച നാൾ മുതൽ അവനും അവന്റെ രക്തത്തിൽ പിറന്ന നമ്മളും പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും ജനിച്ചത് ഒരു പുരുഷന്റെ രക്തത്തിലാണ്. ഒറ്റ പുരുഷന് ഒരൊറ്റ പിതാവാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ അപ്പൻ. ദൈവമല്ല, ആദം എന്ന് പറഞ്ഞ പാപിയായിരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് നമ്മളെല്ലാം പാപിയായിട്ട് തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും വഴിപാടുകളും ചെയ്തിട്ടും നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ, അത് ക്രിസ്ത്യാനിയാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, എല്ലാ വർഷവും കൃത്യമായിരിക്കുന്ന സമയങ്ങളിൽ ഇടവേള കൂടാതെ ബാബുകള്, സമ്പത്തുകള്, നമുക്കറിയാം ആചാരങ്ങളും വഴിപാടുകളും നോയമ്പുകള് എല്ലാ ജാതികൾക്കും ഇതുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാഹുകാലത്തിൽ നിന്ന് പോലും ഒരു രക്ഷ കിട്ടിയോ? നമുക്ക് രാഹുകാലത്തിൽ നിന്നെങ്കിലും ഒരു മോചനം കിട്ടിയോ? ഇല്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഒരു വീട് വെക്കണമെങ്കിൽ, ഇന്ന് പ്രഭാതത്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണുള്ളത്? രാഹുകാലത്തെ നോക്കേണ്ട ഗതികേടിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടുകൊള്ളുവിന്. പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ ആചരിച്ചു വന്ന നോയമ്പുകൾക്കോ വിചാരങ്ങൾക്കോ ആചാരങ്ങൾക്കോ പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പുരോഹിതന്മാരോ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മതഭക്തി ഒന്നിനും കൊള്ളത്തില്ല, അത് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കത്തില്ല. ഒരു മതത്തിലും ദൈവമില്ല, ക്രിസ്തീയ മതത്തിൽ അശേഷം ദൈവമില്ല. കള്ളു കുടിക്കാനുള്ള വരമല്ലാതെ ക്രിസ്തീയ മതത്തിൽ ഒന്നുമില്ല പ്രിയപ്പെട്ട. ഞാൻ അധികാരത്തോട് പറയുന്നു. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ അഹങ്കാരപൂർവ്വം തെരുവോരങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, പട്ടണയിലും ദാരിദ്ര്യം കടന്നു പോകുമ്പോഴും ഇതുപോലത്തെ ഉപദേശിമാരെ നോക്കി ഞാൻ പരിഹസിച്ചിരുന്നു. യേശുക്രിസ്തു ദൈവമാണോ എന്ന് എന്റെ നാവ് ചോദിച്ചിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഞാൻ ആത്മഹത്യ തെരഞ്ഞെടുത്തു. 2002 ഡിസംബർ 27 സന്ധ്യയ്ക്ക് ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രികാലം അർദ്ധരാത്രിയിൽ ഒരു തുണ്ട് കയറിൽ എന്റെ ജീവനെ അവസാനിപ്പിക്കണം. എന്നാൽ ആ സമയം ഒരു ഉപദേശി എന്റെ വീട്ടിലേക്ക് വരികയാണ്. അതേ പ്രിയപ്പെട്ടവരെ, കിലോമീറ്റർ അകലുന്ന ഒരു ഉപദേശി എന്റെ വീട്ടിലേക്ക് നടന്നു വന്ന്, ഞാൻ എന്റെ മുമ്പിൽ ഇവരെല്ലാം പരിഹാസികളാണ്, എന്നാൽ എന്താണ് ഞാൻ ബുദ്ധിമാനും ഞാൻ ജ്ഞാനമുള്ളവനുമാണെന്ന് ഞാൻ വെറുതെ അഹങ്കരിച്ചിരുന്നു. അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, എന്റെ ഭാര്യ അറിഞ്ഞില്ല, എന്റെ കുഞ്ഞറിഞ്ഞില്ല ഞാനൊന്ന് മരിക്കുമെന്ന്. യാചകന്മാര് തൊട്ട് MLA വരെ എനിക്ക് സ്നേഹിതന്മാരുണ്ട്, അവരാരും എന്റെ വേദനകളെ അറിഞ്ഞില്ല. എന്നാൽ ഇതാ ഞാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് ചോദിച്ച് അതേ നാവ് കൊണ്ട് തന്നെ അവന് ഏറ്റു പറയാൻ തക്കവണ്ണം ഈ ഉപദേശി എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, വിജയ, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഒരു വചനം എന്നോട് പറഞ്ഞു, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ 34ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഒരു ദൈവം എന്നോട് പറയുന്നത്. അതേപോലെ എന്നെ ഭയപ്പെടുത്തുന്ന ദൈവങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നൊരു അപ്പന്റെ സ്നേഹത്തോടുകൂടി ഒരു കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പേടിക്കേണ്ട മോനെ അപ്പം കൂടെ ഉണ്ടെന്ന് പറയുന്ന പോലെ എന്നെ മാറോട് ചേർത്ത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ വചനത്തിന് മുമ്പിൽ എന്റെ ഹൃദയം താഴ്ത്തപ്പെട്ട് പ്രിയപ്പെട്ടവരെ. എന്റെ കഴിഞ്ഞകാല പാപങ്ങളെയോട്ട് ഞാൻ കരഞ്ഞു പ്രിയപ്പെട്ടവരെ. അന്ന് വരെ ഞാൻ അഹങ്കാരിയും ഉന്നതനും ഞാൻ മാത്രം നല്ലവനെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ അന്ന് ഞാൻ കണ്ണുനീരുവിടെ എന്റെ ശരീരം മുഴുവൻ കുതിർന്നു പോയി ഞാൻ മാനസാന്തരപ്പെട്ട് പ്രിയപ്പെട്ടവർ. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തി പ്രിയപ്പെട്ടവരെ. ഈ യേശുക്രിസ്തു ആരാണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുപോകും. അവന്റെ മുഖം മുഴുവനും ഇതാ മനുഷ്യരുടെ തുപ്പലേറ്റ് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു.
അവന്റെ ശരീരം ഇതാ ചാട്ടവാറടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ, അവിടെ കടന്നുപോയവരും ചുറ്റും നിൽക്കുന്ന സ്വന്തം ജനങ്ങളും പോലും മന്ദിരം പൊളിച്ച് 3-ാം നാൾ പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിക്കുമ്പോൾ ഒരു വാക്ക് പോലും ഉരിയാടാതെ ആരാണിവൻ? ഇവനാലത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, ഇവനാലത്രേ നമ്മൾ അനുഭവിക്കുന്ന സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ഇതിന്റെ സകലത്തിന്റെ ഉടയവനായിരിക്കുന്നവൻ ഇതാ മനുഷ്യന്റെ കരങ്ങളിൽ അടിയേറ്റ് തകർക്കപ്പെട്ടതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ കേട്ടുകൊള്ളുവിൻ. മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിൻ. മക്കളെ സ്നേഹിക്കുന്ന അമ്മയപ്പന്മാരുണ്ടെങ്കിൽ കേട്ടുകൊള്ളുവിന്. ഉന്നത ഭാഗങ്ങളിൽ നെഗളുകൾ താട്ടി മരിച്ചു പോകുന്ന ഒരു പുഴുവാണ് നീയുള്ള ബോധത്തിൽ കേട്ടുകൊള്ളുവിന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് കഷ്ടമേറ്റത് നിനക്ക് വേണ്ടിയിട്ടാ, അവൻ അടിയേറ്റത് നിനക്ക് വേണ്ടിയിട്ടാ, അവൻ തുപ്പലേറ്റത് നിനക്ക് വേണ്ടിയിട്ടാ. നിന്റെ നിന്ന എന്റെ മേൽ വീണെന്നുള്ള വചനത്തിന്റെ പൂർത്തീകരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസം മരിച്ചതിന് ശേഷമാ. ഭൂമിയിൽ വെച്ച് നമ്മുടെ ഒരു പാപത്തെയും ദൈവം കണക്കെടുന്നില്ല. അയ്യോ, മരിച്ചതിന് ശേഷം എങ്ങനെ നമ്മളെ കാണും? ഞങ്ങളെ ദഹിപ്പിച്ച് കളഞ്ഞാൽ കല്ലറയിൽ ഗ്രാനൈറ്റ് കല്ലറയ്ക്ക് അടിയിലെടുക്കില്ല, പിന്നെ എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഈ ദഹിപ്പിച്ച് അഗ്നിയിൽ നിന്ന് ചാരത്തിൽ നിന്ന് ലോകാവസാന ദിവസം നിങ്ങൾ ഓരോരുത്തരും ഇതേ രൂപത്തിൽ കല്ലറുകളെ വിട്ട് എഴുന്നേറ്റ് വരും. മരിച്ചവരെല്ലാവരും തമ്മിൽ കാണും. എന്നത്തെ രഹസ്യങ്ങളെ ദൈവം പരസ്യപ്പെടുത്തി എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതിനാണ് ദൈവഭയം എന്ന് പറയും. നമ്മൾ പറയത്തില്ലേ അവന് ദൈവഭയമില്ലെന്ന്? മരിച്ചതിന് ശേഷം എന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്തവരാ. നമ്മളെല്ലാവരും ആദമിന്റെ സന്തതി ആയതുകൊണ്ട് പാപം ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ഒരാളും എന്നെ കേൾക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ നിങ്ങളെക്കാൾ ഉപരി പാപം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിച്ച്. പ്രിയപ്പെട്ടവരെ, എല്ലാ പുരോഹിതന്മാരും നമ്മളെ കളിപ്പിക്കുക. ഞാൻ അല്പം കൂടെ പറഞ്ഞു ഇവിടെ നിർത്താം. എന്നാൽ നോക്കുവിന്, യേശുക്രിസ്തു അടിയേറ്റ് തകർക്കപ്പെട്ടതിന്റെ കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മൾ ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും അവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ പാപമില്ലാത്ത ഏക വ്യക്തിയായിട്ട് സ്വർഗത്തിൽ നിന്ന് പുരുഷ രക്തം കൂടാതെ കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നുള്ള നിയമപ്രകാരം അവനെ താണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ അവൻ ചുമക്കുക, എന്റെ കുറ്റങ്ങളെ അവൻ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ എനിക്ക് പകരക്കാരനായിട്ട് അവൻ മരിക്കുക. അതേപോലെ എന്റെ കൂടെ നിൽക്കുന്ന ഒരു കത്തോലിക്കനാ, എന്റെ കൂടെ നിൽക്കുന്ന ഒരു കത്തോലിക്ക മതവിശ്വാസിയാ. അവന്റെ അപ്പൻ മഹാക്രൂരനായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മഹാക്രൂരനായിരിക്കുന്ന ഒരു അപ്പനായിരുന്നു എനിക്ക്. അപ്പന്റെ ക്രൂരത നിമിത്തം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നും കുത്തിയിരുന്നിട്ട് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ചെന്നിട്ട് പറയും, അമ്മേ, കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരുത്തനെ പ്രാർത്ഥിച്ചിട്ട് എന്നെ കിട്ടാനാ? തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്തവനോട് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് അമ്മയെ പരിഹസിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ തന്റെ ദുഃഖവേളകളില്, നിരാശവേളകളില് ഈ കുരിശിൽ തൂങ്ങിക്കിടന്നവനാണ് തന്റെ രക്ഷകനായിട്ട് വന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവരിന്ന് കത്തോലിക്ക സഭ വിട്ടിട്ട് അതിന്റെ വ്യർത്ഥമായിരിക്കുന്ന മതവിശ്വാസത്തെ വിട്ടിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച ഒരു ദൈവ പൈതലായിട്ട് തീർന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ അവന്റെ കത്തോലിക്ക സഭ തള്ളിക്കളഞ്ഞു, ഞാൻ എന്റെ ഹിന്ദു മതസഭയെ തള്ളിക്കളഞ്ഞു. എന്റെ കൂടെ ഓർത്തഡോക്സുകാരുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്. എല്ലാവരും മതഭക്തി തള്ളിക്കളഞ്ഞ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ മനോഹരമായിരിക്കുന്ന ഒരു രക്ഷയുടെ സന്ദേശം അത്രേ നിങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായതുകൊണ്ടും അവൻ തന്റെ ശരീരത്തിൽ ഓരോ തവണ അടിയേറ്റതും നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായതുകൊണ്ടും അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ പാപച്ചുമടാണ്. എന്നാൽ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം പറയാം, നിങ്ങൾ നിരവധി ആൾക്കാരും ഇന്നും കുരിശുപൂടിനെ ചുംബിക്കുന്നവരാണ്, കുരിശു രൂപത്തിന് മുമ്പിൽ ദൈവം കൊടുക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, പോഷത്വവും ദൈവത്തോടുള്ള ശത്രുത്വമാണ്. യേശുക്രിസ്തു ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ പാപത്തിന്റെ ചുമടാണ്. അവൻ പണ്ട് പറഞ്ഞു, ഞാൻ യെശയ്യാവെന്നുള്ള പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടാണ് ഈ കുരിശ് മരം എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ കുരിശിനെ ചുംബിക്കുന്നെങ്കിൽ സ്വന്തം പാപത്തെ ചുമക്കുക, സ്വന്തം പാപത്തെ നിങ്ങൾ ചുംബിക്കുക. പോഷത്വമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ കുരിശ് നിന്റെ പാപത്തെ ചുമന്ന പരിശുദ്ധനായിരിക്കുന്ന കർത്താവ് നമ്മുടെ മ്ലേച്ഛകരമായിരിക്കുന്ന പാപത്തെ ചുമലിലേറ്റിയിട്ടും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പാപത്തെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ കണ്ടോ, വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അതായത് ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വം നീങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമുക്ക് ശത്രുത്വമുള്ളത് കൊണ്ടാണ് യാഗങ്ങളും വഴിപാടുകളും കർമ്മങ്ങളും മല ചവിട്ടുന്നതും പുഴ കടക്കുന്നതും എല്ലാം ചെയ്യുന്നൊരു കാര്യം. ദൈവത്തെ എങ്ങനെയും ഒന്ന് പ്രീതിപ്പെടുത്തണം. ദൈവം ആരെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അവന്റെ സ്വഭാവം അറിയത്തില്ല. ആരാണ്ട് പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ ഓടുകയാണ്, എന്നിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണെന്നുള്ള വചനമാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. എന്നാൽ നോക്കുവിന്, ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന ശത്രുത്വം നീക്കപ്പെട്ടിട്ട് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ആചാരങ്ങളില്ലാതെ, വഴിപാടുകളില്ലാതെ, 50 പൈസയുടെ മുടക്കില്ലാതെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്ന ഏവരെ നീതീകരിപ്പാന് യേശുക്രിസ്തുവിന്റെ രക്തം, നീതിയുള്ള രക്തം ലോകത്തിലേക്ക് ചൊരിയപ്പെട്ടു. ആ രക്തത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് പാപമോചനം സൗജന്യമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ പാപികൾ ഒന്നാമനായിരുന്നെങ്കിലും അവന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത്വം നീങ്ങിയിട്ട്
ദൈവത്തിന്റെ സ്വർഗം നമുക്ക് വേണ്ടി സൗജന്യമായിട്ട് തുറക്കപ്പെടുകയും ക്രിസ്ത്യാനികൾക്കറിയാം തിരശീല കീറിപ്പോയി, ശത്രുത്വം കീറിപ്പോയി, ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് കടന്നില്ല. പുരോഹിതന്മാരുടെ ആവശ്യമില്ല. ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ എല്ലാ മതത്തിന്റെ പുരോഹിതന്മാരും നമ്മളെ വഞ്ചിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന സമാധാനം ഈ വർഷമുണ്ടോ? കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന സന്തോഷം ഈ വർഷമുണ്ടോ? ഇല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ വേദന അധികരിക്കുകയാണ്. നമ്മുടെ അതാത് മതത്തിന്റെ പുരോഹിതന്മാരോട് ചെന്ന് പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു മാറ്റവുമില്ല തിരുമേനി എന്ന് പറഞ്ഞ തിരുമേനി പറയും എടാ ഇത് മാത്രമല്ല അതും കൂടെ ചെയ്യണമെന്ന് പറയും. അടുത്ത ദിവസം ഇന്നവരെ കേട്ടുകേൾവില്ലാത്ത പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വേദനകൾ കൂടുകയല്ലാതെ കുറയുന്നില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഓരോ ദിവസവും നമ്മുടെ വേദന കൂടി വരികയാണ്, വഴിപാടിന്റെ എണ്ണം കൂടിയാണ്, പുരോഹിതന്മാരുടെ കീശ വീർക്കുകയാണ്. അതിനപ്പുറം പ്രിയപ്പെട്ട എന്ത് പ്രയോജനമാണ്? ക്രിസ്തീയ മത പുരോഹിതന്മാർ ഉൾപ്പെടെ നമ്മളെ വഞ്ചിക്കുകയാണ്. രാഹുകാലത്തിന് പോലും രക്ഷ തരുന്നില്ല, പാപത്തിൽ നിന്ന് മോചനം തരുന്നില്ല. കണ്ണുനീരും നിലവിളിയും കൊണ്ട് അവസാനം എന്താണ്? ശവക്കുഴിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോവുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ട, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുവിന് അവരിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു അത്രയും ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. ഒരുവൻ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ഒത്തിരി വൈകിട്ട് 8 മണി വരെ ഇന്ന് പ്രസംഗിക്കാൻ പ്രിയപ്പെട്ട, പക്ഷേ ഞങ്ങൾ നിർത്തുക. 8 മണി വരെ ഇവിടെ ഇതേ രീതി പ്രസംഗിക്കാനുള്ള അധികാരവും അഭിഷേകവും ഞാനും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തിനുള്ള ശത്രുത നീങ്ങപ്പെട്ടത് വഴി യേശുവെ നീ എന്റെ ഏകരക്ഷകനും കർത്താവും ദൈവമാണെന്ന് ഏറ്റു പറയാന്, മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇവനെ ഏറ്റു പറഞ്ഞാൽ നിനക്ക് പാപമോചനം സൗജന്യമല്ലയോ? ദൈവത്തിലേക്കുള്ള വഴി ഇതാ തുറന്നു കിടക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിന് മനസ്സിലാതെ ഈ പുരോഹിതന്മാർ നമ്മളെ വഞ്ചിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമാചാരങ്ങളും ചെയ്തുകൊണ്ട് നമ്മളെ നശിപ്പിച്ച് കളയാണ്. ആകിയാൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് സാത്താന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു ക്രിസ്തു തിരികെ വാങ്ങി അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഈ യേശു ക്രിസ്തു ഇതാ അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മടങ്ങി വരുവാൻ മറ്റൊരാളുമില്ല. എല്ലാവരും കല്ലറയിൽ ദ്രവിച്ച് പൊടിഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തു ഒരുവൻ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അവൻ ദ്രവിച്ചു പോകാതെ 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു വെളിപ്പെടുത്തി തന്നുകൊണ്ട് മരണമുള്ള എല്ലാവരോടും പറയുന്നു ഇവനല്ലത്രേ മരണത്തിന് മേലുള്ള ജയം. ഇവന്റെ നാമത്തിലല്ലാതെ മരണത്തിന് മേൽ നമുക്ക് ജയമില്ല. ആ യേശു ക്രിസ്തു വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു.